വയനാട് മാനന്തവാടിയിലെ ജനങ്ങൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ന്യൂജൻ കരടി. കണ്ണുതെറ്റിയാൽ വീട്ടിലെ അടുക്കള പൊളിച്ചകത്ത് കയറും. വെളിച്ചെണ്ണയും പഞ്ചസാരയും ഒക്കെ കട്ട് തിന്നുന്നതാണ് ഈ ന്യൂജൻ കരടിയുടെ രീതി. ഇപ്പോൾ ഇതാ ജനവാസ മേഖലയിലൂടെ കറങ്ങി നടക്കുന്ന ഈ കരടിയെ പേടിച്ച് കഴിയുകയാണ് അവിടുത്തെ നാട്ടുകാർ. CCTVയിൽ ഈ ന്യൂജൻ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ ഭീതിയിലാണ് നാടും നാട്ടുകാരുമൊക്കെ. ഇക്കഴിഞ്ഞ 3 ദിവസമായി വയനാട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ കരടി ചുറ്റിത്തിരിയുകയാണ്. കരടിയെ പിടികൂടുന്നതിന്റെ ഭാഗമായി വനസേന ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തിവന്നു. കാടിനോട് അതിർത്തി പങ്കിടുന്ന ഏതെങ്കിലും മേഖലയിൽ നിന്നാകാം ഈ കരടി എത്തിയതെന്നാണ് കണക്കുകൂട്ടൽ. അതിർത്തിയിലുള്ള വീടുകളിലെ CCTV ദൃശ്യങ്ങൾ വനം വകുപ്പ് പരിശോധിച്ചു. അപ്പോഴാണ് പുലർച്ചെ 2 മണിയോടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ സ്ഥാപിച്ച CCTVയിൽ കരടിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. ഇതോടെ ഈ പ്രദേശത്ത് എത്തിയത് കരടിയാണ് എന്ന് തന്നെ വനം വകുപ്പ് സ്ഥിരീകരിച്ചു. എന്നാൽ പല സ്ഥലങ്ങളിലൂടെയും ചുറ്റി നടക്കുന്ന ഈ കരടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ വള്ളിയൂർക്കാവിൽ നിന്ന് 7 കിലോമീറ്ററോളം അകലെയുള്ള തോണിച്ചാലിൽ കരടിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. സ്ഥലത്തെ ഒരു വീട്ടിലെ CCTVയിലാണ് കരടി ഓടുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. കരടി ഇപ്പോഴും സഞ്ചാരം തുടരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായതിനാൽ കരടിയുടെ വരവ് ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുന്നു. ഇതിനോടകം തന്നെ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം അടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതേസമയം കരടി മാത്രമല്ല കടുവയും കാട്ടാനയും ഒക്കെ ഇപ്പോൾ വയനാടിലെ വന അതിർത്തി മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. കാട്ടിൽ നിന്നും എന്തിനാണ് ഇത്തരം മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത്. അതായത് ഭക്ഷണമില്ലായ്മയും ജലക്ഷാമവുമാണ് ഈ മൃഗങ്ങളെ ഇപ്പോൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കുന്നത്. അടുത്തിടെ വയനാട്ടിൽ ഒരു ക്ഷീര കർഷകനെ കൊന്നുതിന്ന നരഭോജി കടുവയുടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലായിരുന്നു ഈ നരഭോജി കടുവയെ കൂട്ടിലാക്കിയത്. പശുവിന് പുല്ലുവെട്ടാൻ പോയ ക്ഷീര കർഷകൻ പ്രജേഷിനെയാണ് കടുവ കൊലപ്പെടുത്തിയത്. ദിവസങ്ങളോളം നാടിനെ വിറപ്പിച്ച ഈ നരഭോജി കടുവയെ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് കൂട്ടിലാക്കിയതും. WWL 45 എന്ന കടുവയാണ് വനം വകുപ്പ് ഒരുക്കിയ കൂട്ടിൽ വീണത്. അതേസമയം വയനാട്ടിൽ തന്നെ സീതാമൗണ്ട് സ്വദേശി തമ്പിയുടെ വീടിനോട് ചേർന്ന് ഇക്കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടെത്തിയിരുന്നു. സീതാമൗണ്ട് ടൗണിനോട് ചേർന്ന സ്ഥലമാണിത്. രാത്രി വീട്ടുകാർ പുറത്തിറങ്ങിയ സമയത്ത് മാനിനെ ഓടിച്ചു വരുന്ന കടുവയെ കാണുകയായിരുന്നു. സമീപത്തെ തോട്ടത്തിലേക്കാണ് ഇത് കയറിപ്പോയത്. ചേതലം റേഞ്ച് ഓഫീസർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൃഷിയിടത്തിലേക്ക് തിരച്ചിൽ നടത്തിയിരുന്നു. കാട് മൂടിക്കിടക്കുന്ന തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വന്യജീവികൾ ഇപ്പോൾ വിഹരിക്കുന്നതും. അതേസമയം പാടിച്ചിറയിൽ കടുവയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിച്ചിരുന്നു. കടുവ കൊന്ന കാട്ടുപന്നിയുടെ അവശിഷ്ടമാണ് ഈ കൂട്ടിലുള്ളത്. അതേസമയം പാടത്ത് സൂക്ഷിച്ചിരുന്ന 26 ചാക്ക് നെല്ല് കാട്ടാന നശിപ്പിച്ചു. മെതിച്ച് ചാക്കിലാക്കി പാടത്ത് സൂക്ഷിച്ചു വെച്ച നെല്ലാണ് കാട്ടാന നശിപ്പിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ 1 വർഷത്തെ അധ്വാനത്തിന്റെ ഫലം നഷ്ടമായ വിഷമത്തിലാണ് കർഷക കുടുംബം. പയ്യാമ്പള്ളി താഴ്വയ്ക്കൽ പീറ്ററിന്റെ നെൽകൃഷിയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച നശിപ്പിച്ചത്. 36 ചാക്കുകളിൽ സൂക്ഷിച്ച നെല്ലിൽ 10 ചാക്ക് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പീറ്റർ പറയുന്നത്. പാട്ടത്തിനടുത്ത വയലിലാണ് ശബരി നെല്ല് വിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്തത്. തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് ഇതൊക്കെ ചാക്കിലാക്കി സൂക്ഷിച്ച് നെല്ല് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ട്രാക്ടർ വിളിച്ചെങ്കിലും വാഹനത്തിന്റെ ടയർ കുടുങ്ങിപ്പോയിരുന്നു. ട്രാക്ടറിൽ കയറ്റാൻ കഴിയാത്തതിനാൽ നെല്ല് വയലിൽ തന്നെ മൂടിയിടുകയായിരുന്നു. ഇതാണ് കാട്ടാന ഇറങ്ങി നശിപ്പിച്ചത്. അത്തരത്തിൽ ഇപ്പോൾ കടുവയും കരടിയും കാട്ടാനയും കാട്ടുപന്നിയും എല്ലാം തന്നെ ഇപ്പോൾ നാട്ടിലിറങ്ങി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യജീവന് പോലും ഇവ ആപത്തായി തന്നെ വരികയാണ്. ഇതിനെതിരെ ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.